ടു ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണിക്കാവുന്ന ബൈക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം. ബൈക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും, അത് ചിലപ്പോൾ സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതിന് മെയിൻലി കാരണം പെട്രോൾ ഉണ്ടെങ്കിലും അതിൻ്റെ സ്പാർക്ക് പ്ലഗ് പോയിട്ടുണ്ടാവും. സ്പാർക്ക് പ്ലഗ് ഉണ്ടല്ലേ, അത് ബ്ലാക്ക് കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടായിരിക്കും, ബ്ലാക്ക് കളേഴ്സ്. അത് അതുകൊണ്ടും പല സമയത്ത് ഇതാവും, സ്റ്റാർട്ട് ആവില്ല. അത് ഇത്ര ടൂള് വേണം നമുക്ക്. ഇത്ര ടൂള് നമ്മൾ ആൾറെഡി റെഡി ആയിരിക്കണം ബൈക്കിൽ. അത് നമുക്ക് എങ്ങോട്ടേയും പോകുമ്പോഴൊക്കെ സഡൻലി അപ്പം നമുക്ക് സ്പെയർ ഇല്ല, സഡൻലി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ആ ടൂൾ റെഡി ആയിരിക്കുക, സെൻറ്റർ സ്റ്റാൻഡിലിടുക. ടെക്നീഷ്യൻ ഇപ്പോൾ അത് സ്പാർക്കിൾ റിമൂവ് ചെയ്യണം. നമുക്കറിയാം, അത് സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പം അതായത് സ്പാർക്ക് സ്പാനർ ഉപയോഗിച്ച് ചെയ്യുക, റിമൂവ് ചെയ്തിട്ട് നോക്കുക. അത് ബ്ലാക്കിഷ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്പാർക്ക് പോയിട്ടുണ്ട്. അപ്പം ടെക്നീഷ്യൻ പറയാം എന്നോട് അത് ചേഞ്ച് ചെയ്യണം. ഞാൻ മെറ്റീരിയൽ എൻ്റെ അടുത്തില്ല. പിന്നെ ഒരു സ്പാർക്കിൾ ഫുള്ള് ബ്ലാക്കിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നോക്കുക, അതിൽ നല്ല കംപ്ലീറ്റ് ഓയിൽ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടല്ലേ, അത് ഡാമേജ് സ്പാർക്ക് പ്ലഗ് ആണത്. കണ്ടാലിനറിയാം അത് സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ ടെക്നീഷ്യൻ ക്ലീൻ ചെയ്യുക, കംപ്ലീറ്റ് കണ്ടാമിനേഷൻ എംബ്രി പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക, കോട്ടൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് പെട്രോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്തിട്ട് പെട്രോളിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഉറപ്പ് വരുത്തുക. ലെവൽ കറക്റ്റ് ചെക്ക് ചെയ്യുക. അതിനൊരു ഒരു ലെവലുണ്ട്, ആ ലെവൽ ജസ്റ്റ് വിഷിൽ ചെക്ക് ചെയ്യുക. പിന്നെ അതിൽ ഫിക്സ് ചെയ്യുക. അതിൻ്റെ സ്പാർക്ക് വരുന്നുണ്ടോ നോക്കുക, അടിച്ച് സ്പാർക്ക് വരുന്നുണ്ട്. എന്നിട്ട് അത് അസംബിൾ ചെയ്യുക. ആണല്ലേ, എൻജിൻ്റെ മുകളിലാണ് ഉണ്ടായിരിക്കുക. അത് നേരെ ആ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻജിൻ ഓൺ ആവും. അതാണ് അതിൻ്റെ സ്പാർക്കിളിൻ്റെ ഫങ്ഷന്. ഇൻസേർട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. സ്പാനർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, സ്പാനർ ഉപരി ടൈറ്റ് ചെയ്യുക. പക്ഷെ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ടൂൾ തന്നെ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്യുമ്പം ടൈറ്റാക്കി അത് പോയിട്ട് ടൈറ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻജിൻ സ്റ്റാർട്ടായി. നിങ്ങൾക്ക് ടൈം ബീങ് നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും സ്പെയർ മേടിക്കാൻ പോകുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുക. ഒരു എമർജൻസി